ഹായ് എവരിവൺ, വെൽക്കം ടു ഹൈഅപ്പ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്ന ഒരു AI ടൂളാണ് ഐഡോഗ്രാം. ഇതൊരു ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ ടൂളാണ്. ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ്, പോസ്റ്റർ ഡിസൈനിങ്, അതേപോലെ തന്നെ ലോഗോ, അതേപോലെ ടൈപ്പോഗ്രാഫി സ്റ്റൈലുള്ള പോസ്റ്റേഴ്സ്, ഇതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. അത് തന്നെ ഐഡിയോഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ഈ ഒരു സൈറ്റിലാണ് അതിൽ നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. വളരെ മിനിമലായിട്ടുള്ള അടിപൊളി ഇൻ്റർഫേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോംപ്റ്റ് പറയും. ഇവിടെയാണ് നമ്മുടെ പ്രോംപ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മുടെ ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇമേജ് ജനറേഷൻ ഇപ്പോൾ 2 ക്രെഡിറ്റ് വെച്ചിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് 10 ക്രെഡിറ്റ് വീക്ക്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീക്ക് 10 ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീക്ക് വീണ്ടും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഫ്രീ പ്ലാനാണ്. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയ രീതിയിലേക്കോ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, മറ്റേ പ്രോ പ്ലാൻ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അത് നമുക്ക് വേണ്ട രീതി അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. $7 പ്ലാനുണ്ട്, $15 പ്ലാനുണ്ട്, അതുപോലെ $40 പ്ലാനുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ട, നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫീഡ്. ഇത് പല യൂസേഴ്സും അവരുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുത്ത പല ഇമേജസ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് മാറ്റമൊക്കെ വരുത്താം. ഇതാണ് അതിൻ്റെ അവരുടെ പ്രോംപ്റ്റ്, അവർ കൊടുത്ത പ്രോംപ്റ്റിങ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണെങ്കിൽ വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് സോർട്ട് ചെയ്യാം. അതായത് ആൾക്കാരുടെ ജനറേഷൻ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, അതുപോലെ നാച്ചുറൽ ടൈപ്പുള്ള ജനറേഷൻസ്, പോസ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഇവിടെ വരുന്ന സൈഡ് ബാർ, ഇത് നമുക്ക് വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുത്ത് നോക്കാം അല്ലേ. അത് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് അതിൻ്റെ ഔട്ട് കിട്ടുകയെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് പ്രോംപ്റ്റിൽ ആൾട്ടറും കാര്യങ്ങളും ചെയ്യാം. അതിപ്പോൾ നമ്മളുള്ളത് ലേറ്റസ്റ്റ് വേർഷനിൽ തന്നെയാണ്, അത് അതേപടി നിൽക്കട്ടെ. അതേപോലെ തന്നെ ഇതിൻ്റെ റേഷ്യോ, എക്സ്പെക്ട് റേഷ്യോ നമുക്ക് വേണ്ട രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് പോസ്റ്റർ ആണല്ലോ, നമുക്ക് ജസ്റ്റ് ഒരു 2:3 പിടിക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഹൈറ്റ് വിഡ്ത്തൊക്കെ നമുക്ക് മാനുവലായിട്ടും ഒക്കെ നമുക്ക് എന്താ ചെയ്തെടുത്തേക്കാം. ഇപ്പം ജസ്റ്റ് 2:3 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് വേണ്ട രീതിയിലുള്ള സ്റ്റൈൽ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽ തന്നെ മതി. അതേപോലെ തന്നെ കളർ തീം, ഏത് കളർ തീമിലാണോ നമുക്ക് നമ്മളുടെ ആ ഒരു പോസ്റ്റർ വേണ്ടത് അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെയുള്ളതാണ് ഈ അതായത് മാജിക് പ്രോംപ്റ്റ്. അതായത് നമ്മുടെ ഇപ്പോൾ കൊടുത്ത പ്രോംപ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. അതായത് ഈ ഒരു ടൂളല്ല, കുറച്ചും കൂടി ജസ്റ്റ് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഒരു ഇതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ പബ്ലിക്, പ്രൈവറ്റ് 2 ടൈപ്പാണുള്ളത്. അതായത് ഇപ്പോൾ ഇതൊക്കെ പബ്ലിക്കാണ്, അതായത് എല്ലാ യൂസേഴ്സിനും ഇത് കാണാൻ പറ്റും. നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത കാര്യങ്ങൾ എല്ലാ യൂസേഴ്സിനും കാണാൻ പറ്റും. അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ജസ്റ്റ് പ്രൈവറ്റായിട്ട് വെക്കണോ ഒക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. 2 ക്രെഡിറ്റാണ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം.
കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഒരു പോസ്റ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട 4 പോസ്റ്റർ അങ്ങനെ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഏതാണോ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ് ക്രിയേഷൻ. ഈ ഒരു ടൂൾ ഒരു 5-6 ഓപ്ഷൻ കാണുന്നത്, അവിടെ നമുക്ക് കടക്കാം. ഇതാണ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തെടുത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ സിമ്പിളായി ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. അടുത്തായിട്ട് നോക്കുന്നതാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു മിനി ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഇവിടെ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ വരും. അപ്പോൾ ട്രൈ നോക്കാം. കേട്ടോ, ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണ്ട ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ ലൈക്ക് ഫോട്ടോഷോപ്പ് പോലെ നമ്മളിപ്പോൾ അതിൽ എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് വേണ്ട രീതിയിലുള്ള എഡിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ടെസ്റ്റ് ഐ ഡി അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് എറേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പെയ്ഡ് പ്ലാൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് നോർമലായിട്ട് ഫ്രീ പ്ലാൻ വെച്ചിട്ട് പഠിക്കാൻ ഫ്രീ പ്ലാനൊക്കെ മതി. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസായ രീതിയിലേക്ക് മാറുമ്പോൾ മാത്രം മതി നിങ്ങൾക്ക് പെയ്ഡ് വെർഷൻ എടുക്കുന്നത്. അടുത്തതായിട്ട് നോക്കാണ് ബാച്ച് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ ഇപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തു, പക്ഷെങ്കിൽ നമുക്ക് അതിൻ്റെ ടൈം വെയിറ്റ് ചെയ്യണം. ഓരോ പ്രോംപ്റ്റ് കൊടുത്ത് ഇപ്പം കുറേ ബൾക്കായിട്ട് നമ്മൾക്കിപ്പം ബൾക്കായിട്ട് ഒരു പോസ്റ്റേഴ്സ് ആയിക്കോട്ടേക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈമില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് ബൾക്കായിട്ട് കൊടുത്തിട്ട് അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതന്നെ അതിൻ്റെ ടൈം എടുത്തിട്ട് നമുക്കിതിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ടൈം എടുത്തിട്ട് കാര്യങ്ങൾ അത് ബൾക്കായിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. ഇതും ഫ്രീ പ്ലാനിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇത് പെയ്ഡ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ടാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ക്യാരക്ടറിലേക്ക് നമുക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ മമ്മൂട്ടീൻ്റെ ഒരു പിക്ക് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, വേറൊരു ജസ്റ്റ് ഒരു ടേൺ ഇൻടു സൂപ്പർമാൻ. ഓക്കെ, മമ്മൂട്ടിൻ്റെ പിക്ക് നമുക്ക് സൂപ്പർമാൻ ആവോയില്ലോ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ഓട്ടോ കൊടുത്തു, പബ്ലിക് സ്റ്റൈല് സ്റ്റഡി 9:16 ഇടാം, എന്നിട്ട് ജനറേറ്റ് കൊടുത്ത് നോക്കാം. എന്താണ് ആൻസർ ഔട്ട് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് മമ്മൂട്ടി ഒരു സൂപ്പർമാൻ രൂപത്തിൽ മാറിയിട്ടുണ്ട്. കണ്ടോ, നൈസല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾക്കും നമ്മളുടെ പിക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തെടുക്കാം, പിന്നെ പല രൂപത്തിലേക്കും ഭാവത്തിലേക്കും ഒക്കെ മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് റെഫറൻസ് ആയി എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്താ ക്യാമറ, അതായത് ലൈവായിട്ടുള്ള ഫോട്ടോ എടുത്താൽ അതും നമുക്ക് എന്ത് ചേഞ്ച് ചെയ്തെടുക്കാം ക്യാരക്ടറിലേക്ക്. ഇനി നമുക്ക് കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തിട്ട്
ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നേരത്തെ പോസ്റ്റർ ചെയ്തു, ഇനി ജസ്റ്റ് നമുക്കൊന്ന് പിന്നെ ഒരു ലോഗോ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്ത് നോക്കാം അല്ലേ. ജനറേഷൻ നോക്കാം. അപ്പോൾ ലോഗോ ആണ് നമുക്ക് ജസ്റ്റ് ഒരു Forest5 ഇടാം. ഓക്കെ, ക്യാരക്ടർ നമുക്ക് വേണ്ട, ക്യാരക്ടർ വേണ്ട. കളർ തീമായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കോഫി ടൈപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒരു കളർ തീം പിടിക്കാം. ഓക്കെ, ഇനി ജനറേറ്റ് ചെയ്തെടുത്ത് നോക്കാം. ആണോ, അടിപൊളിയായിട്ട് ലോഗോ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കൊടുത്ത കളർ തീം, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ട് ഒരു ലോഗോ ഇവിടെ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്തെടുക്കുക, ഇങ്ങനെ ലോഗോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഡിസൈനിങ്, പിന്നെ ടൈപ്പോഗ്രാഫി മോഡലൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. ഇനി വേറെ പിന്നെ ഒരു യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ജസ്റ്റ് നമുക്കൊരു നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ പെർഫ്യൂം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു പെർഫ്യൂമായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല, അതിനൊരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ കാര്യമായിട്ട് എന്ത് ചെയ്തെടുക്കുക, നമുക്ക് വേണ്ട ഒരു ടൈപ്പ് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ ടൈപ്പ് ഒരു പ്രൊഡക്റ്റാണ് ഇതൊക്കെ. ഈ ഒരു ടൈപ്പ് പ്രൊഡക്റ്റാണ് നമുക്ക് എന്ത് വേണം, പിന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോംപ്റ്റ് ഈ ഒരു ടൈപ്പ് സ്റ്റൈൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊടുക്കണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. അത് കോപ്പി ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രൈബ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ പേര് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നും വേണ്ട, ജസ്റ്റ് അത് ഓട്ടോമാറ്റിക്കായി വരട്ടെ. അപ്പോൾ ഹൈപ്പർ റിയലിസ്റ്റിക് CGI സിനോഫെ ഹസാറോ എന്നാണ് പ്രൊഡക്റ്റ് നെയിം. നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് നെയിം കൊടുക്കാം. ജസ്റ്റ് ആലിഫ് കൊടുക്കാം. ആലിഫ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് പെർഫ്യൂം ബോട്ടിൽ വിത്ത് എ ഗോൾഡൻ ഡ്രോപ്പർ ക്യാപ് സ്റ്റാൻഡ്സ് prominently on a reflective surface next to it. Then fresh with doughy structure is partly sliced open. Tiny water droplets glister on the bottle, enhancing the freshness. Green warm golden light. നമുക്ക് ജസ്റ്റ് ഈ ഒരു വാം ഗോൾഡൻ ലൈറ്റ് എന്നത് എന്തേക്കാം, ജസ്റ്റ് ഒരു ബ്ലൂ. ഓക്കെ, ക്ലീൻ വാട്ടർ സിനിമാറ്റിക്. ഓക്കെ, ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, എന്ത് അടിപൊളിയായിട്ടാണ്. അതായത് നമ്മുടെ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടേതായ രീതിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ വെച്ചിട്ട് എന്തായിട്ടുണ്ട്, നമുക്കത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പിക്സാണ് ഇവിടെ, കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ യൂസ് കേസും കാര്യങ്ങളും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് പുതിയ ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.